Watch this video only if you're a freelancer or a founder or a job seeker or a coach and you want to build your personal brand in 2025. Your skills alone will not get you opportunities in 2024. നിങ്ങളുടെ സെയിം സ്കില്ലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളെ ചൂസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബിൽഡ് സംതിങ് ആൻഡ് ദാറ്റ് സംതിങ് ഈസ് കോൾഡ് പേഴ്സണൽ ബ്രാൻഡിങ്. ദാറ്റ് ഈസ് വൈ ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ടീച്ച് യു എക്സാക്ട്ലി ഹൗ ടു ബിൽഡ് യുവർ പേഴ്സണൽ ബ്രാൻഡ് from scratch. Welcome back. I am Ashwati Ushas, a personal branding strategist and a LinkedIn coach. So first of all, നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ് എന്ന് പറയുമെന്നായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത്. ബട്ട് നോ, വി ആർ നോട്ട് ഡൈവിങ് ഇൻ ടു ദാറ്റ് റൈറ്റ് നൗ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് നോട്ട് പേഴ്സണൽ ബ്രാൻഡിങ്. ബിക്കോസ് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ വേറെ കാര്യങ്ങളായിട്ട് വിചാരിക്കുന്നത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് നോട്ട് പോസ്റ്റിംഗ് ഓൺ സോഷ്യൽ മീഡിയ. നിങ്ങൾക്കൊരു നല്ല പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു നെസസറി ആയിട്ടുള്ള കാര്യമേ അല്ല. പോസ്റ്റിംഗ് ഈസ് just one part of creating your personal brand. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. There's a lot of things that you need to focus on. That's right, you don't have to be active on all the social media platforms. Second point is that a lot of you guys think that personal branding is being viral or being famous or being a celebrity. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ 1 million ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ യു കനോട്ട് മേക്ക് എ സിംഗിൾ സെയിൽസ്. സോ വാട്ട് യു നീഡ് ഈസ് എ ബഞ്ച് ഓഫ് പീപ്പിൾ ഹൂ ട്രസ്റ്റ് യു. സോ നൗ വി ക്യാൻ ടോക്ക് അബൌട്ട് വാട്ട് എക്സാക്ട്ലി പേഴ്സണൽ ബ്രാൻഡിങ് ഈസ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് എല്ലാവർക്കും, നമ്മുടെ ചുറ്റിനുള്ള എല്ലാവർക്കും നമ്മൾ ഉൾപ്പെടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. നമ്മളൊരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ അവരുടെ ഒരു ഇമേജ് വരുന്നത്, എന്ത് തരത്തിലുള്ള ആളാണ്, അല്ലെങ്കിൽ എന്ത് ഇംപ്രഷനാണ് നമുക്ക് വരുന്നത്, അവരുടെ പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പേഴ്സണൽ ബ്രാൻഡിങ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പേഴ്സണൽ ബ്രാൻഡിങ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബിസിനസ്, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് എപ്പോഴും പരിചയമുള്ള അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് തോന്നുന്ന അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ. സോ യു ഹാവ് ടു ബിൽഡ് ദാറ്റ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ബിൽഡ് ദാറ്റ് ട്രസ്റ്റ്, ബട്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ ഡൂ ദാറ്റ് ബൈ ബിൽഡിങ് യുവർ പേഴ്സണൽ ബ്രാൻഡ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഷോ അപ്പ് ചെയ്ത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി പോസിബിൾ. ആൻഡ് മൈ ഫേവറേറ്റ് ഡെഫിനിഷൻ of personal branding is you strategically positioning yourself as an authority in your niche. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ യു ക്യാൻ ബിൽഡ് എ ഗുഡ് പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞുതരും. ബിഫോർ ദാറ്റ്, ഫോർ മൈ ഓഡിയൻസ് എനിക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് സംസാരിക്കാനുണ്ട്. ആൻഡ് ദിസ് ഇസ് വെരി മച്ച് നീഡഡ് ഫോർ മൈ ഓഡിയൻസ് ആൻഡ് മൈ സെൽഫ്. മൈൻഡ് സെറ്റ് ബിഫോർ യു സ്റ്റാർട്ട് ബിൽഡിങ് യുവർ പേഴ്സണൽ ബ്രാൻഡ്. ഐ നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു സ്ട്രഗിൾ ടു ബിൽഡ് ദെയർ പേഴ്സണൽ ബ്രാൻഡ്. എൻ്റെ DMസിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ മെൻറ്റീസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവരൊക്കെ കൂടുതലും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഐ എം റെഡി, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവുമോ, വിച്ച് ഇസ് എ സെൽഫ് ഡൗട്ട്. സോ ഈ സെൽഫ് ഡൗട്ട് കാരണം ഒരുപാട് ആൾക്കാർ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാതിരിപ്പുണ്ട്. ഈവൻ ദേ ഹാവ് ഇനഫ് എക്സ്പീരിയൻസ് ടു സ്റ്റാർട്ട് ബിൽഡിംഗ് ദെയർ പേഴ്സണൽ ബ്രാൻഡ്. ആസ് എ പേഴ്സണൽ ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ആസ് എ ക്രിയേറ്റർ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഹൂ ഈസ് ക്രിയേറ്റിംഗ് കോണ്ടന്റ് ഓൺ മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഞാൻ പറയാം ഒരു കാര്യം. nobody cares. Everybody has their own life. അപ്പോൾ ആരും ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ കോണ്ടന്റിലോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാനോ പോകുന്നില്ല. സോ യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് സ്കെയർഡ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അനദർ തിങ്, ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് ടേം ഗെയിം. ഒരിക്കലും ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നാളെ തൊട്ട് എനിക്ക് റിസൾട്ട് കാണണം, അല്ലെങ്കിൽ 1 മന്തിനുള്ളിൽ 2 മന്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് കാണണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അത് മനസ്സിലാക്കുക. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ട്, നിങ്ങളുടെ ടൈം ഇതിനേക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്നാണെങ്കിലും കിട്ടും. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ദാറ്റ് ഐ ഹാവ് മെയ്ഡ് for you to build your personal brand.
First step is define your brand identity, or I call it as foundation. എൻ്റെ ന്യൂസ് ലെറ്ററിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് വായിച്ച ആൾക്കാർക്ക് എന്തായാലും അറിയായിരിക്കും വാട്ട് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട്. ഞാൻ ഏത് ക്ലാസ് എടുക്കുന്ന സമയത്തും ആദ്യം പറയുന്നൊരു കാര്യമാണ്, യു ഹാവ് ടു സിറ്റ് ഡൗൺ ആൻഡ് സെറ്റ് യുവർ ഫൗണ്ടേഷൻ. നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങളുടെ എല്ലാ റിസൾട്ട്സും ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തു എന്നുള്ളതനുസരിച്ചാണ്. ഫസ്റ്റ് തിങ് ഈസ് പിക്ക് യുവർ നീഷ്. നീഷ് വേണോ നീഷ് വേണ്ടേ എന്നൊക്കെ ഉള്ളത് ഭയങ്കര കോൺട്രവേഴ്സ്യലായിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നൊരു ഡിസ്കഷനാണ്. വേണ്ടോ, ചിലർ പറയും വേണമെന്ന്, ചിലർ പറയും വേണ്ടാന്ന്. ഞാൻ എപ്പോഴും പറയും യു നീഡ് എ നീഷ് അൺലെസ് യു ആർ എ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ നീഡ്, ബിക്കോസ് നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിലാണ്, നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് കുറേ ട്രൈ ചെയ്ത് നോക്കണം. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബിഗിനർ ആവുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന നീഷ് ആയിരിക്കില്ല പിന്നീട് നിങ്ങൾ ചെയ്യുന്നത്, ദാറ്റ്സ് ഫൈൻ. ബട്ട് ഇഫ് യു ആർ എൻ ഇൻ്റർമീഡിയറ്റ് ടു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, യു ഡെഫിനറ്റ്ലി നീഡ് നീഷ്. ഓൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത്, ഏത് സർവീസാണ് നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. സോ യു ഹാവ് ടു സെറ്റ് ദാറ്റ് നീഷ്. ഐ ടെൽ യു വൈ ഫസ്റ്റ്, ദെൻ ഐ ടെൽ യു ഹൗ. നമ്മൾ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൂര്യന് താഴെയുള്ള എല്ലാ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് സാധ്യതയല്ല. യു നീഡ് കോർ ടോപ്പിക്. ഒരു 2-3 ടോപ്പിക്സിനെ കുറിച്ചായിരിക്കണം, 3 max ആയിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. ആൻഡ് ഈ 2-3 ടോപ്പിക്സ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ നീഷ്. എക്സാമ്പിൾ, യു ആർ എ ഡിജിറ്റൽ മാർക്കറ്റർ ആൻഡ് യു ആർ ഫോക്കസിങ് ഓൺ SEO. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതാണോ SEOനെ കുറിച്ച് സംസാരിക്കുന്നതാണോ കൂടുതൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ ആക്കുന്നത് ഡെഫിനറ്റ്ലി സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും. യു ആർ നോട്ട് എ ജനറലിസ്റ്റ് എനിമോർ. യു ആർ നോട്ട് എ പേഴ്സൺ ഹൂ ടോക്സ് എവറിത്തിങ് അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസം ചിലപ്പോൾ SEOനെ കുറിച്ച് സംസാരിക്കും, വേറൊരു ദിവസം നിങ്ങൾ ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, വേറൊരു ദിവസം നിങ്ങൾ PPCനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. നോ, ദാറ്റ്സ് not a good approach. You have to fix your niche and you have to talk about that niche only. Second thing is identify your USP. നമ്മൾ സംസാരിക്കുന്ന ഈ സെയിം കാര്യം അല്ലെങ്കിൽ സെയിം ടോപ്പിക്സ് മറ്റുള്ള ആൾക്കാരും സംസാരിക്കുന്നുണ്ടാവും. സോ വാട്ട് ഈസ് സംതിങ് ദറ്റ് മേക്സ് അസ് യുണീക്ക് ഫ്രം ദം? 2 പേഴ്സണൽ ബ്രാൻഡ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ആരുടെയും കോപ്പി ആവാനും പാടില്ല, മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ ഉള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാനും പറ്റില്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ടെക്സ്റ്റ് പോസ്റ്റ് ഓർ വീഡിയോ കോണ്ടന്റ്, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും എന്താണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു മാത്രമുള്ള എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ നീഷ് തന്നെ ആയിരിക്കാം നിങ്ങളുടെ USP ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം. ആൻഡ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് USP ഇസ് യുവർ സ്റ്റോറി. നിങ്ങളുടെ തന്നെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് USP ആക്കാം. അത് നിങ്ങളുടെ സ്റ്റോറി എന്തായാലും മറ്റൊരാൾക്കും അതുണ്ടാവില്ല, ബിക്കോസ് ദാറ്റ്സ് സച്ച് എ യുണീക്ക് തിങ്. സോ അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കാം. USP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സിമ്പിൾ ആക്ടിവിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ റൈറ്റിലോ ലെഫ്റ്റിലോ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഡു ദാറ്റ് ആക്ടിവിറ്റി. തേർഡ് പോയിന്റ് ഈസ് ഡിഫൈൻ യുവർ പേഴ്സണൽ ബ്രാൻഡ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ബയോ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതുപോലെ ലിങ്ക്ഡിനിലുള്ള ഹെഡ്ലൈൻ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ ബ്രാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ ആരെയാണ് കേറ്റർ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ USP എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ട്രാൻസ്ഫർമേഷനാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നത്, ഇതിൽ ഏത് എലമെൻറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എല്ലാം വേണമെന്നും നിർബന്ധമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു 2-3 എലമെൻറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഹിയർ ഐ വിൽ ഗിവ് യു എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് പേഴ്സണൽ ബ്രാൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ടേക്ക് എ സ്ക്രീൻഷോട്ട്. The step 2 of building your personal brand, you have to choose the platforms. നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു, സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു, നിങ്ങൾ ആരെയാണ് കേറ്റർ ചെയ്യുന്നത്, എന്ത് സർവീസാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്തു കഴിഞ്ഞു. നൗ പീപ്പിൾ ഹാവ് ടു നോ ദാറ്റ് യു എക്സിസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്ന ഒരാളാണ്, നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് ആൾക്കാരറിയണം. അതിന് വേണ്ടി നമുക്ക് കൂടുതൽ വിസിബിലിറ്റിയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആക്റ്റീവായി തുടങ്ങാം. ചൂസിങ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം മാറ്റേഴ്സ് എ ലോട്ട്. നിങ്ങളുടെ ഓഡിയൻസ് എവിടെയാണോ അതനുസരിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ എല്ലാ ആൾക്കാരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാം ട്രെൻഡിയാണ്, സോ ഐ ഷുഡ് ഓൾസോ യൂസ് ഇറ്റ് എന്ന് പറഞ്ഞ് പോവാണ്ട്. അതേപോലെ എല്ലാവരും ലിങ്ക്ഡിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ട്വിറ്ററാണ് യൂസ് ചെയ്യുന്നത്, ഞാനും അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കാണ്ട് നോ യുവർ റീസൺ. നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോംസിൽ നിൽക്കുന്നു, നിങ്ങളുടെ ഓഡിയൻസ് ഇവിടെ ആക്റ്റീവ് ആണോ, നിങ്ങൾ കോണ്ടന്റ് ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ട ഓഡിയൻസ് കാണുന്നുണ്ടോ,
ഇതെല്ലാം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്ക് ഐ വോണ്ട് സജസ്റ്റ് ദാറ്റ്. സ്റ്റാർട്ട് വിത്ത് വൺ പ്ലാറ്റ്ഫോം. ഒറ്റ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഒന്ന് ബിൽഡായി വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് കോണ്ടന്റ് ഓൺ അതർ പ്ലാറ്റ്ഫോംസ് ഓൾസോ. പിന്നെ നമുക്ക് കുറേയൊക്കെ കോണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റീപർപ്പസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബട്ട് എന്നാലും കുറച്ച് ഡിഫറൻസസ് വരും. എല്ലാ പ്ലാറ്റ്ഫോമും ഡിഫറെൻ്റ് ആണ്, അതനുസരിച്ചുള്ള ഡിഫറൻസസ് വരും. എന്നാലും കുറേയൊക്കെ നമുക്കിത് മെയിൻ കോർ ഐഡിയാസ് എല്ലാം നമുക്ക് സെയിം ആയതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് റീപർപ്പസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ സ്റ്റാർട്ട് വിത്ത് വൺ പ്ലാറ്റ്ഫോം. ദാറ്റ് ഈസ് മൈ സജഷൻ. നെക്സ്റ്റ് ഈസ് ഒപ്റ്റിമൈസിങ് യുവർ പ്രൊഫൈൽ. നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്തതെങ്കിലും യു ഹാവ് ടു ഒപ്റ്റിമൈസ് യുവർ പ്രൊഫൈൽ. ഇനി നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ഇൻസ്റ്റഗ്രാം, പ്രോപ്പർ ആയിട്ടുള്ള ബയോ, പ്രൊഫൈൽ പിക്ചർ, ഹൈലൈറ്റ് സെക്ഷൻ, പിൻഡ് കോണ്ടൻറ്റ്സ് ഇതൊക്കെ പ്രോപ്പർ ആയിരിക്കണം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലിങ്ക്ഡിൻ, ഹെഡ്ലൈൻ, ദെൻ അബൌട്ട് സെക്ഷൻ, ദെൻ സർവീസസ്, എഡ്യൂക്കേഷൻ, പൊസിഷൻസ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. മാക്സിമം കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്യാം എല്ലാ കോളംസിലും. സ്റ്റെപ്പ് 3 ഫോർ ബിൽഡിംഗ് യുവർ പേഴ്സണൽ ബ്രാൻഡ് ഇസ് പ്രിപ്പയർ യുവർ കോണ്ടന്റ് സ്ട്രാറ്റജി. റാൻഡമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ്, ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ഒരിക്കലും ബിൽഡ് ആവില്ല. യു ഹാവ് ടു സ്ട്രാറ്റജിക്കലി ക്രിയേറ്റ് കോണ്ടൻറ്റ്. നിങ്ങൾക്ക് എന്തിലാണോ അറിയപ്പെടേണ്ടത്, ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് അറിയപ്പെടേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടോപ്പിക്സ് ആണോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ നിങ്ങൾ ടോപ്പിക്സ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ കൃത്യമായിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഐ വുഡ് സേ ഒരു 3 to 4 പില്ലേഴ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനെക്കുറിച്ച് മാത്രം ഓൺ ആൻഡ് ഓൺ നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. സോ ഇൻസ്റ്റഗ്രാമിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോറീസ്, പോസ്റ്റുകൾ, വീഡിയോസ്, കെറൗസൽസ്, സിംഗിൾ ഇമേജ് പോസ്റ്റുകൾ, ഇൻഫോഗ്രാഫിക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലിങ്ക്ഡിൻ പ്രിറ്റി മച്ച് സെയിം. അവിടെയാണെങ്കിൽ നമുക്ക് കെറൗസൽസ് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് പോസ്റ്റ് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് പ്ലസ് ഇമേജ് പോസ്റ്റ് ചെയ്യാം. വീഡിയോസ് ഇപ്പോൾ പുതുതായിട്ട് ലിങ്ക്ഡിനിൽ വന്നിട്ടുണ്ട്. സോ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ചെയ്യാം, പോൾസ് കൊടുക്കാം. സോ പ്രിറ്റി മച്ച് സെയിം. ആൻഡ് എല്ലാ ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ്സും എക്സ്പെരിമെൻറ്റ് ചെയ്യുക, ലെവറേജ് ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ ഇടാൻ പറ്റുന്ന കുറച്ച് കോണ്ടൻറ്റ് ടൈപ്സ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് ഇസ് അതോറിറ്റി കോണ്ടൻറ്റ്. നിങ്ങളുടെ ഒരു അതോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ്, നിങ്ങളുടെ നീഷിലുള്ള നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കാണിക്കുന്ന കോണ്ടൻറ്റിനെയാണ് അതോറിറ്റി കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ നിങ്ങൾക്ക് മാത്രമുള്ള, നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഇൻസൈറ്റ്സ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ വർക്ക് ചെയ്ത പ്രൊജക്ട്സിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എവ്രിതിങ് ദാറ്റ് ഷോസ് യുവർ എക്സ്പെർട്ടൈസ് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഐ വിൽ ഗിവ് യു ദ എക്സാമ്പിൾസ് ഓൾസോ. Second type of content is personal content. So personal brand ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ we have to build that connection with audience അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റോറി പറയുക. സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ സ്റ്റോറി, ഹൗ വി എൻഡഡ് അപ്പ് ഇൻ ദിസ് ഫീൽഡ്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നിൽക്കുന്നു, എനിത്തിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു യുവർ പ്രൊഫഷൻ ആൻഡ് യു. അങ്ങനെയുള്ള സ്റ്റോറീസ്, റിലേറ്റബിളും കൂടെ ആയിട്ടുള്ള സ്റ്റോറീസ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ ദിസ് ഓൾസോ ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾസ്. Third type of content is engagement content. So നമ്മൾ ഈ വീഡിയോസ് ആണെങ്കിലും ടെക്സ്റ്റ് പോസ്റ്റുകളാണെങ്കിലും നമ്മൾ ഇടുന്നത് we need to get engagement. What is engagement? ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന കോണ്ടന്റിനെയാണ് എൻഗേജ്മെൻറ്റ് കോണ്ടന്റ് എന്ന് പറയുന്നത്. സിംപ്ലി ഒരു കോണ്ടന്റിൽ നമ്മൾ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, ലൈക്ക് നമ്മൾ അവരോട് ചോദിക്കുകയാണ് അവരുടെ അഭിപ്രായം, ഓഡിയൻസിനോട് നമ്മൾ അവരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മളൊരു പോൾ ഇടുന്നു. ഇതൊക്കെയാണ് എൻഗേജ്മെൻറ്റ് കോണ്ടന്റ്. ദിസ് ഓൾസോ ഐ ആം ഗോയിങ് ടു ഗിവ് യു സം എക്സാമ്പിൾസ്. 3 ടൈപ്പ് ഓഫ് കോണ്ടന്റ്സും മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ കോണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യാൻ. ലാസ്റ്റ് സ്റ്റെപ്പ് ഫോർ ബിൽഡിംഗ് എ ഗുഡ് പേഴ്സണൽ ബ്രാൻഡ് ഈസ് ബിൽഡ് യുവർ നെറ്റ്വർക്ക്. ഇത് മസ്റ്റായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 99% നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ അസെറ്റ് ഫോർ യു. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്, നെറ്റ്വർക്കിംഗ് ഈസ് ആൻ ആർട്ട്. ചില ആൾക്കാർക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. പക്ഷേ നെറ്റ്വർക്കിംഗ് ചെയ്ത് തുടങ്ങിയാൽ, ഐ വുഡ് സേ നിങ്ങൾക്ക് പേടിച്ചിട്ടാണ് നിങ്ങൾ നെറ്റ്വർക്കിംഗ് ചെയ്യാത്തത് എന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ബിക്കോസ് എനിക്കും നെറ്റ്വർക്കിംഗ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൾക്കാരോട് അങ്ങോട്ട് പോയി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ വൺസ് അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ചെയ്ത് തുടങ്ങി കുറച്ച് ആയപ്പോഴാണ് എനിക്ക് എന്നിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കണ്ടു തുടങ്ങിയതും. അലോങ് വിത്ത് ദാറ്റ്
ഓപ്പർച്യൂണിറ്റീസ് കെയിം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഓൺലൈൻ ത്രൂ ആണെങ്കിലും ഓഫ്ലൈൻ നെറ്റ്വർക്ക് ത്രൂ ആണെങ്കിലും എനിക്ക് കുറേ റെഫറൽസ് കിട്ടിയിട്ടുണ്ട്, കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. വർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാണ്ടും ഇപ്പോൾ കോണ്ടൻറ് ക്രിയേഷൻ്റെ രീതിയിലാണെങ്കിലും കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനും കാര്യങ്ങളുണ്ടാവും. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ തന്നെ സെയിം നീഷിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങളുടെ ബിഗ് നീഷ് ഏതാണ്, ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സ്പെസിഫിക് നീഷാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. അതല്ല, ഇനി അതിൻ്റെ ബിഗ് നീഷ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള നെറ്റ്വർക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ പല പല രീതിയിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പങ്കെടുക്കുക. നിങ്ങളുടെ നീഷിൽ തന്നെ ഉണ്ടെങ്കിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ വെബിനാർസ് ഒക്കെ ഉണ്ടാവും എപ്പോഴും ഓൺലൈനായിട്ട്. അതുപോലെ അല്ലാത്ത ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓഫ്ലൈനായിട്ട്. സോ ട്രൈ ടു അറ്റൻഡ് ഓൾ ദോസ് ഇവൻറ്റ്സ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാമെങ്കിൽ ലെവറേജ് ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ DM ചെയ്യാൻ പറ്റും ആൾക്കാരെ. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണം, നിങ്ങൾക്ക് പഠിക്കണം എന്ന് തോന്നുന്ന ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുക. യു ക്യാൻ ഡു കോഫി ചാറ്റ്സ് ഇഫ് യു വാണ്ട്. വൺ തിങ് ടു ഫോക്കസ് ഓൺ ഇസ് ദാറ്റ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മ്യൂച്വലി ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കണം. ബിക്കോസ് നിങ്ങൾ മാത്രം അങ്ങോട്ട് നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുകയും അവരെ ഇങ്ങനെ ശല്യപ്പെടുത്തുകയും ചെയ്യരുത്. അപ്പോൾ ദാറ്റ്സ് സച്ച് എ ടേൺ ഓഫ് ഫോർ ദം. അങ്ങനെയല്ല, അവർക്കും അത് മ്യൂച്വലി ബെനിഫിറ്റ് ആയിരിക്കണം. സോ ഇറ്റ്സ് എ two-way കൈൻഡ് ഓഫ് തിങ്. നൗ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്, നമ്മൾ എന്തിനാണ് പേഴ്സണൽ ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ടു ഗെറ്റ് മണി, അല്ലെങ്കിൽ ടു ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്, ടു ഗെറ്റ് മോർ വിസിബിലിറ്റി ആൻഡ് ഓൾ, റൈറ്റ്? സോ എങ്ങനെ യു ക്യാൻ മോണിറ്റൈസ് യുവർ പേഴ്സണൽ ബ്രാൻഡ്? That's what we are going to discuss now. So different monetization methods ഉണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് യു ഹാവ് ടു ബിൽഡ് എ പേഴ്സണൽ ബ്രാൻഡ് ആൻഡ് എ ഡീസെൻറ്റ് ഓഡിയൻസ്. ഒരു ഹ്യൂജ് ഓഡിയൻസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഒരു ഡീസെൻറ്റ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഓഡിയൻസ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സോ ദ ഫസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് നിങ്ങളുടെ മെയിൻ ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ സർവീസ് നിങ്ങൾ പെർട്ടിക്കുലർ സ്കില്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സ്കില്ലിൽ നിങ്ങൾക്കൊരു സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ജോബ് സ്വിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ഫീൽ എ ഡിഫറൻസ്. ഒരു നോർമൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഉള്ള ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും അവിടെ ഒരു ഡിഫറൻസ് വരും. ആൻഡ് ദെൻ നിങ്ങൾക്കൊരു ഓഡിയൻസ് ഉണ്ട്. അലോങ് വിത്ത് പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾക്കൊരു ഓഡിയൻസിനെയും കൂടെ നിങ്ങൾ സൈഡിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. സോ യു ക്യാൻ ട്രൈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഐ വോണ്ട് ടോക്ക് മച്ച് അബൌട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് അറിവില്ല. ആ ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രമേ എനിക്കറിയുള്ളൂ. എൻ്റെ പണ്ടൊരു സൈഡ് ഇൻകം എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച്. സോ അത് വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം, ഞാൻ എവിടെയെങ്കിലും ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ യു ക്യാൻ ക്രിയേറ്റ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആൻഡ് ഓൾ, വിച്ച് ഈസ് ലൈക്ക് വെരി ലെജിറ്റ് തിങ്. പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രമേ ഡിജിറ്റൽ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അത്രയും പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ ബ്രാൻഡ് വളരും തോറും നിങ്ങൾക്ക് ബ്രാൻഡ് സ്പോൺസർഷിപ്സ്, എൻഡോഴ്സ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും, ബ്രാൻഡ് ഡീൽസ് ഒക്കെ വരും. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. സോ ദാറ്റ് വേ ഓൾസോ യു ക്യാൻ മോണിറ്റൈസ് യുവർ പേഴ്സണൽ ബ്രാൻഡ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് എത്ര വേണമെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി ഡു മോർ വീഡിയോസ് ഓൺ ദാറ്റ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട ഏതെങ്കിലും കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ. ഐ വിൽ ആൻസർ ആസ് സൂൺ ആസ് പോസിബിൾ. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. ആൻഡ് ടു മേക്ക് മീ മോർ ഹാപ്പി, നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ എത്ര പേര് കാണുന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഐ റിയലി വോണ്ട് അറ്റ്ലീസ്റ്റ് 50 people ടു കമൻറ്റ് ഡൗൺ ഓൺ വാട്ട് യുവർ പേഴ്സണൽ ബ്രാൻഡ് ഈസ് അബൌട്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇൻഫർമേഷൻ കിട്ടി, ആൻഡ് യു ഫീൽ റെഡി ടു ബിൽഡ് യുവർ പേഴ്സണൽ ബ്രാൻഡ്, ദെൻ പ്ലീസ് ലെറ്റ് മീ നോ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് എന്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പേഴ്സണൽ ബ്രാൻഡാണ് നിങ്ങളുടെ. അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ഒരു 5 years കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 years കഴിയുമ്പോൾ നിങ്ങൾ എന്തായിട്ട് അറിയപ്പെടാനാണ് നിങ്ങളുടെ ആഗ്രഹം. യു ക്യാൻ ജസ്റ്റ് മെൻഷൻ ദാറ്റ്. ഐ വിൽ ബി സോ ഹാപ്പി ടു റീഡ് ദാറ്റ്. നമ്മുടെ ഓഡിയൻസിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്പയറും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. വൺ ലാസ്റ്റ് നോട്ട്, ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ബിൽഡിംഗ് യുവർ പേഴ്സണൽ ബ്രാൻഡ്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം. റിലാക്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.